ഹലോ ഗൈസ്, എൻ്റെ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മൾ ട്രിവാൻഡ്രം ലുലു മല്ല ലുലു ഫാഷൻ വീക്ക് നടക്കുന്നുണ്ട്. ഇത് വന്നിട്ട് മെയ് 15 മുതൽ മെയ് 19 വരെയാണ്. 5 ദിവസത്തെ ഫാഷൻ വീക്കാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡേ 3 കാഴ്ചകളാണ്. നമുക്കപ്പോൾ ലുലു ഫാഷൻ വീക്കിലെ കാഴ്ചയിലേക്ക് കിടക്കാം.
How are you doing? First of all, it is my first time for Lulu Fashion Week in Trivandrum. അപ്പോൾ എല്ലാ ട്രിവാൻഡ്രംകാരെയും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഹലോ ട്രിവാൻഡ്രം. അയ്യോ എനിക്ക് കേൾക്കുന്നില്ല. നമസ്കാരം ട്രിവാൻഡ്രം. സൂപ്പർ, അടിപൊളി. സുഖമാണോ? പഞ്ചാബി ആയിട്ട് മലയാളം സംസാരിക്കണം. അപ്പോ ഒരു what do you say? Clap. കൈയടി. I need a clap for my Malayalam. Sandosham, thank you so much. So as you asked me how I'm feeling, I've been a part of Lulu Fashion Week for quite a long time now. And recently I was in Bangalore. And it's very sandosham because Trivandrum is a very beautiful city and I'm very close to it. Because I am a very spiritual person. Anytime I come here, I go to Padmanabha Swami Kshetram. So, you people are living in a very beautiful city. You people are lucky to be in Trivandrum. So, today I am representing such a wonderful brand. I would like to say thank you to the Lulu team for always having the trust in me and making me a part of the Lulu Fashion Week. So, it was amazing, I would say. That's great, amazing. And yes, you are here as a showstopper of American Tourister. I think it's a go-to place for all of us. So what is your experience with American Tourister? I think I was looking classy, but with this I am looking extremely classy. So wonderful collection. Definitely it adds on to your royalty and your class. So if you want to look classy, you don't have to look good only on fashion rag or in the weddings or in the events. You can look classy and fashionable even at the airport. You must be seeing so many actresses and actors, they give all the good airport looks. So yes. Exactly. Very well. Once again, thank you so much, Neha. Thank you. Amazing. You are looking so good and so pretty. Thank you so much. I would like to just speak something about my new film, which is coming. അപ്പോൾ ഒരു 3 മലയാള പടങ്ങൾ റിലീസ് തയ്യാറാണ് for 31st May, Once Upon a Time in Kochi, directed by Nadir Shaika. So please എല്ലാവരും പോയിട്ട് കാണണം. പിന്നെ നെക്സ്റ്റ് പടം ദയാഭാരതി, അതൊരു അഗൈൻ മലയാളം സിനിമ ആണ്. പിന്നെ ബോംബെ പോസിറ്റീവ്. അപ്പോൾ 3 സിനിമ റിലീസ് വേണ്ടി തയ്യാറാണ്. പ്ലീസ് ഡു കം ടു ദ തിയേറ്റർ ആൻഡ് വാച്ച് ദ ഫിലിം ആൻഡ് സപ്പോർട്ട് ദിസ് പഞ്ചാബി ഗേൾ. ഓക്കെ, Definitely, തീർച്ചയായും തിയേറ്ററിൽ മൂവി തന്നെ മൂവി കാണുന്നതായിരിക്കും. We will definitely support you and I wish you all.
It's our pleasure that you're here today. And of course, welcome. Yes, come on, here. This is Lulu Fashion Week 2024. And what are you going to say? Good evening, Trivandrum. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ലുലു ഫാഷൻ വീക്ക് ലുലുവിൻ്റെ കൂടെ ആയിട്ട് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ടുള്ള ജേർണിയാണ്. ലുലു കൊച്ചിയാണ് ഞാൻ കൊണ്ട് നോക്കിയത്. ഫസ്റ്റ് ടൈം ഇൻ ട്രിവാൻഡ്രം ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ വിത്ത് യു ഓൾ ഗൈസ്. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ ഫ്ലോറിൽ നിങ്ങളെല്ലാവരും കാണാനും ഇവിടെ വരാനും പറ്റിയതിൽ. ഞാൻ ബേസിക്കലി കോഴിക്കോട്ടുകാരിയാണ്, പക്ഷേ ഇപ്പം കുറച്ചിനായിട്ട് എറണാകുളമാണ് സെറ്റിലായിരിക്കുന്നത്. ട്രിവാൻഡ്രത്തേക്ക് ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് മാത്രമേ വരാറുള്ളൂ. ഇപ്പം ഒരു സീരിയലിൽ വന്ന് ട്രിവാൻഡ്രം നടക്കുന്നു. സോ എനിക്ക് ഇന്ന് ഇവിടെ ട്രിവാൻഡ്രത്ത് നിങ്ങളെല്ലാവരും കാണാനും ഇവിടെ ഈ ഒരു ലുലു ഫാഷൻ വീക്ക് ട്രിവാൻഡ്രം എപ്പിസോഡ് അറ്റൻഡ് ചെയ്യാനും പറ്റി. താങ്ക് യു സോ മച്ച്. Well, yes, നമ്മുടെ ക്യാപ്രീസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സീൻ കേരളത്തില് മായാമയം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ സെറ്റ് എന്നാണ്. ആക്ച്വലി അത് കുറച്ച് കാലത്തേക്ക് ഒരു കമ്പാക്ട് ആയിരുന്നു ടെലിവിഷൻ ഇൻഡസ്ട്രിയിലേക്ക്. ഇത്തവണ പ്രേതമായിട്ടാണ്, ഗോസ്റ്റ് ആയിട്ടാണ്. പണ്ടുകാലം ചെയ്തപ്പോൾ കൊടുത്താൽ അതിനൊരു അപ്രിസിയേഷൻ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ബിക്കോസ് കുട്ടികൾ ഒരുപാട് പേര് ഗോസ്റ്റ് ആയതുകൊണ്ട് പ്രേത സീരിയലൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ കാണുന്നുണ്ട്. പണ്ടുസാരി ചെയ്ത സമയത്തായിരുന്നു പറഞ്ഞ കുട്ടികളൊക്കെ വന്ന് ചേച്ചി ഞങ്ങൾ സീരിയൽ കാണാറുണ്ട്. ഇപ്പം അതിനുശേഷം ഇപ്പോഴാണ് ചെറിയ കുട്ടികൾ കൂടി വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പേഴ്സണലി എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ബ്രേക്ക് എടുത്തിട്ട് എൻ്റെ ഓൺ ഒരു പ്രോജക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. സോ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യുമ്പോൾ 1 hour ചെറിയൊരു ഫിലിം. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. വെരി സൂൺ ഞാൻ വിശേഷങ്ങൾ ഞങ്ങൾ അറിയിക്കാം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോഴും തീർച്ചയായും that is very interesting actually. എല്ലാവരും തന്നെ ആദ്യം ചെയ്യുന്ന ചോദ്യമാണ്, എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നു? ഹൗ യു ഫീലിംഗ്? സുഖമായിട്ടിരിക്കുന്നു. സുഖമല്ലേ എല്ലാവരും? ആണോ? ആരും ഒന്നും കഴിച്ചില്ല തോന്നുന്നു. So can we just see your soul? All right, everyone, let's hear the music and here he comes.
അപ്പൊ ഞാൻ നേരത്തെ ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഐഡന്റിറ്റി എന്ന് പറയുന്നത് എനിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു കംഫർട്ട് സോൺ ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കും. നമ്മൾ ഓടിപ്പോകുന്നത് ചിലപ്പോൾ ഐഡന്റിറ്റിയിലായിരിക്കും. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? ഹലോ ട്രിവാൻഡ്രം. ഒരു എനർജി ഇത്ര നല്ലൊരു മഴ പെയ്തിട്ട് നല്ല ക്ലൈമറ്റിൽ നിൽക്കുമ്പം കുറച്ചുകൂടെ എനർജി തന്നാൽ ഇവിടെ നടക്കുന്നവർക്കും നിൽക്കുന്നവർക്കും നിങ്ങളെ കാണുന്നവർക്കും ഒക്കെ എനർജി ഫീൽ ചെയ്യും. ഹലോ ട്രിവാൻഡ്രം, താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ലുലുവിനൊരു നന്ദി പറയാനുണ്ട്. വേറെ ആരും വിളിച്ചില്ലെങ്കിലും ലുലു വിളിക്കും. വേറെ ആരും രാവിലെ നടക്കാൻ വിളിക്കാറില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ചാലും കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. നമുക്ക് കുറച്ചും പറയുന്ന പോലെ ആ മോഡൽസ് ഒക്കെ നടക്കുന്ന പോലെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് റാമ്പിൽ നടക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. എന്താണെന്നറിയില്ല, ആരും വിളിച്ചിട്ടില്ല. അവസാനം ഞങ്ങൾ എല്ലാവരും തട്ടിക്കൂട്ടി കോളേജിൽ പിന്നെ വേറൊരു കോളേജിന്റെ ഫാഷൻ ഷോയ്ക്ക് പോയി. അതെന്തോ കാരണങ്ങളോട് ഞങ്ങളെ ക്വാളിഫൈ പോലും ചെയ്തില്ല. അപ്പൊ ആ സമയത്തൊക്കെയാണ് ആ വിഷമൊക്കെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് ലുലു എല്ലാ വർഷവും വിളിക്കാറുണ്ട്. അപ്പൊ ആദ്യം തന്നെ താങ്ക് യു ലുലു, താങ്ക് യു സോ മച്ച്. പിന്നെ ഇന്ന് സ്പെഷ്യൽ നന്ദി പറയുന്നത് ഐഡന്റിറ്റിയോടാണ്. എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ ഐഡന്റിറ്റി ഞാൻ ഐഡന്റിറ്റി ക്ലോത്ത്സിലൂടെയാണ് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇപ്പോൾ ഷോക്കേസ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഒത്തിരി 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 സന്തോഷം. ഇങ്ങനെ ഓരോ തവണ നടക്കുന്നതും എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഒരു 4-5 വർഷമൊക്കെ കഴിയുമ്പോൾ എങ്ങനെയാണോ നടക്കേണ്ടത് അതിന്റെ രീതിക്ക് നടക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഞാൻ ആ വഴിക്ക് പോകും. അപ്പോൾ താങ്ക് യു. എപ്പോഴും വരാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. അധികം ഷൂട്ട്സ് ഒന്നും വരാൻ പറ്റാത്ത സ്ഥലമാണ്. അപ്പം തിരുവനന്തപുരംകാരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പിന്നെ എപ്പോഴും ചാൻസ് കുറവ് കിട്ടുന്ന ഒരാളാണ്. സുഖങ്ങളൊക്കെ നല്ലതെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ തന്ന സപ്പോർട്ടുകളൊക്കെ ഇനിയും തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.
Yes. Thank you so much, ladies and gentlemen, and welcome both of you. And എങ്ങനെ ഉണ്ടായിരുന്നു ലുലു ഫാഷൻ വീക്കിൽ ഈ ഒരു വർഷം പങ്കെടുക്കാൻ പറ്റിയതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? First of all, I thank Vishnu who invited me here, the stylist Joe, for like giving me an opportunity to come here to see all the people here. And it's like a big thing that's happening for like few days now. I've been like seeing that. So it's like a huge thing that Lulu is conducting. So I'm very proud to be a part of it. All right, thank you so much. Yes, Gayatri. First of all, thank you for inviting me here. I'm so glad and so happy to be a part of Lulu, of course. That's it. Yes, we are appreciation.